വിധു വിനോദ് ചോപ്ര റൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ് 12 ഫെയിൽ. സിനിമ ഓൾറെഡി കുറേ പേര് കണ്ട് നല്ലൊരു അഭിപ്രായം ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. സോ ഇത്രയും നല്ല സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്തില്ലെങ്കിൽ ഒരു സുഖം വരില്ല. അതുകൊണ്ടാണ് ഞാനും റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആരെങ്കിലും ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഈ റിവ്യൂ വഴി കാണട്ടെ എന്ന് കരുതുന്നു. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയാനായിട്ടുള്ളത് ഒരു മസ്റ്റ് വാച്ച് മൂവി എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് 12 ഫെയിൽ. ഈ ഒരു സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വളരെയധികം സാമ്പത്തിക ശേഷി കുറഞ്ഞിട്ടുള്ള വളരെ പാവപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഒരാൾ സത്യസന്ധത അഥവാ ഹോണസ്റ്റി കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സിവിൽ സർവീസ് പരീക്ഷ എഴുതി എടുക്കുന്നു. ആ ഒരു യാത്രയാണ് സിനിമയിലൂടെ കാണിക്കുന്നത്. അതിലൂടെ പോകുന്ന യാത്രയിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പ്രേക്ഷകന് ശരിക്കും അങ്ങോട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിനിമ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൽ മനോജ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് വിക്രാന്ത് മാസിയാണ്. ഗംഭീരമായിട്ടുള്ള പ്രകടനമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ക്യാരക്ടറിന് കിട്ടുന്ന ഓരോ സന്തോഷമാണെങ്കിലും ആ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്ന സങ്കടമാണെന്നുണ്ടെങ്കിലും അത് കാണുന്ന പ്രേക്ഷകന് അത് അവൻ്റേതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ സിനിമ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ വാട്ട് എ മൂവി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ അനുഭവം തന്നെയാണ് സിനിമ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കരയാണ്ട് ആ സിനിമ കണ്ടു തീർക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ എൻ്റെ വൈഫും കൂടിയിട്ടാണ് ഈ സിനിമ കണ്ടത്. അങ്ങനെ രണ്ടുപേരും ഇന്ന് കരയായിരുന്നു ആ സിനിമയുടെ അവസാനം. കാരണം സങ്കടത്തിൻ്റെ കണ്ണീരല്ല, ഒരു സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീരാണ്. മറ്റൊരാൾ ഒരു സിനിമയിലൂടെ നേടുന്ന നേട്ടം നമ്മുടെയാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ സിനിമയ്ക്ക് കാണിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. ഹാറ്റ്സ് ഓഫ് ടു വിധു വിനോദ് ചോപ്ര ആൻഡ് ഓൾസോ വിക്രാന്ത് മാസി. കാരണം ഗംഭീര പ്രകടനം, ആ ഒരു റോള് കാര്യങ്ങളൊക്കെ ഒരു ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടു ദ കോറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആൾ തന്നെയാണോ ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിച്ചു പോകുന്നതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ട്രൂ സ്റ്റോറി ആയതുകൊണ്ട് തന്നെ സിനിമ കഴിയുമ്പോൾ ഒറിജിനലായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചതൊക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ സിനിമയെ പറ്റി ഞാൻ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഋതിക് റോഷൻ്റെ സൂപ്പർ 30 എന്ന് പറഞ്ഞ ഫിലിമാണ്. ഏകദേശം ഇതിനോട് ചെറിയ രീതിയിലൊരു സാമ്യതയൊക്കെ ഉണ്ടെങ്കിൽ പോലും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ 2023 ഇറങ്ങിയിട്ടുള്ള സിനിമയാണ്. സോ ഇപ്പോഴാണ് കാണാനായിട്ട് അവസരം കിട്ടിയത്. സോ സിനിമയെ പറ്റി ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ഫിലിമായിട്ടാണ് 12 ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 12 ഫെയിൽ റീസ്റ്റാർട്ട്, അതിനൊരു പ്രസക്തി ഉണ്ട് റീസ്റ്റാർട്ടിന്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കി നോക്കുക. സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും goodbye.